CPM ദുരുപയോഗം ചെയ്യൽ, കള്ളവോട്ട് ചെയ്യാൻ എന്ത് പണിയെടുക്കുന്ന പണിക്കാരാണ് കൂട്ട്. നല്ല പണിക്കാരാണ്, പണി അറിയാം അവർക്ക്. ഞാൻ ചോദിക്കുന്നു, കള്ളവോട്ട് ഏത് കാലത്ത് ആരംഭിച്ചതാണ്? ഞാൻ കള്ളവോട്ടിനെതിരെ കോടതിയിൽ പോയി ജയിച്ചു വന്ന MLA അല്ലേ, ഞങ്ങൾക്ക് അറിയില്ല, ഓർമ്മയില്ലേ? അതിനു മുമ്പ് ഞങ്ങൾ പെറ്റീഷൻ കൊടുത്തതല്ലേ കള്ളവോട്ട് CPMന് ചെയ്യാതിരിക്കാൻ നിർവാഹമില്ല. ഇത് കിട്ടിയ ആനുകൂല്യം ദുരുപയോഗം ചെയ്യലാണ്. പ്രായമുള്ള ആളുകളുടെ വോട്ടവകാശം അത് 100% സുരക്ഷിതമാക്കാനാണ് ഉദ്യോഗസ്ഥന്മാർക്ക് അതിന് ഉത്തരവാദിത്വം കൊടുത്ത് അങ്ങനെ ഒരു നിയമവും അങ്ങനെ ഒരു ക്ലോസും ഉണ്ടാക്കിക്കൊണ്ടാകുന്നത്. അത് ചുളുവിൽ അടിച്ചെടുക്കുകയാണ് CPM. അവർക്ക് തൽക്കാലത്തേക്ക് അവർക്ക് ഒത്തിരി വോട്ട് ലഭിക്കാൻ സാധിക്കുന്ന വഴിയിലേക്ക് ആ നല്ല നിയമം കൊണ്ടുപോവുകയാണ്. അത് ദുരുപയോഗം ചെയ്യാണ്. അതുകൊണ്ട് CPM കള്ളവോട്ട് ചെയ്തേ ശീലമുള്ളൂ. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പഠിച്ചതല്ലേ ചെയ്യാൻ പറ്റൂ, ശീലിച്ചതല്ലേ പറയാൻ പറ്റൂ. അവരെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം? അതുകൊണ്ട് അവർ നന്നാവുന്നില്ല. ഒരു കാര്യത്തിൽ ഒരു പ്രശ്നമുണ്ട്. ഇത് തുടങ്ങിയത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, ഏതാണ്ടൊക്കെ ഇവിടെ UDF 20-20 വാങ്ങും എന്ന റിപ്പോർട്ട്, എന്ന സർവേ പുറത്ത് ഏതാണ്ട് വന്നപ്പോഴാണ് ഇത് തുടങ്ങിയതെന്ന് ഓർമ്മ വേണം. അപ്പോൾ അവർക്ക് ആശങ്ക വന്നു, ഭയപ്പാട് വന്നു തകർക്കണം. അതിനുവേണ്ടി കള്ളവോട്ട് ചെയ്യുന്നു, വേറെ മാർഗമൊന്നുമില്ല. 100% ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നു, ഞങ്ങളതിൻ്റെ മുൻകരുതലെടുക്കും. ഒരു തർക്കവും വേണ്ട കാര്യത്തിൽ. വീഴ്ച വന്നതല്ല. ശരിക്കും കോൺഗ്രസിൻ്റെ യഥാർത്ഥത്തിൽ അറിയിക്കേണ്ടുന്നവരെ വേണ്ട രീതിയിൽ അറിയിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയമുണ്ട്. അവർ CPMകാരെ സഹായിക്കുന്നുണ്ട്. അവർക്ക് രാഷ്ട്രീയം കളിക്കുന്നത് കൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ ആളുകൾക്ക് ഡയറക്ഷൻ കിട്ടുന്നില്ല. ഡയറക്ഷൻ കിട്ടിയാൽ ഞങ്ങൾ പോകാതിരിക്കുന്ന വിഷയമില്ല. പോയിട്ടില്ലെങ്കിൽ പോകാതിരിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം അറിയിക്കേണ്ടുന്ന ഉദ്യോഗസ്ഥൻ്റെ കൃത്യവിലോപമാണ്. അത് തൃപ്തികരമല്ലെങ്കിലും ആശാസ്യമാണ്. അത്രയെങ്കിലും ചെയ്തല്ലോ. ഇടതുപക്ഷം ഭരിക്കുമ്പോൾ 5 പേരെങ്കിലും സസ്പെൻഷൻ നടപടി എടുത്തു എന്നത് ആശാസ്യമാണ്. നമുക്കൊരു പുതിയ കോൺഫിഡൻസ് ആണ്. വെൽക്കം ഇറ്റ്. എനിക്ക് CPMകാരെ അറിയുമ്പോൾ നിങ്ങൾക്കൊന്നും ആർക്കും അറിയില്ല. ഞാനതെല്ലാം ഇവരുമായി വളരെയേറെ എല്ലാം സ്റ്റഡി ചെയ്ത ഒരാളാണ്. അവരെ അക്രമ സ്വഭാവവും അവരെ അക്രമവും രാഷ്ട്രീയവും എല്ലാം. ബോംബ് പൊട്ടിച്ച് ഞാൻ ചോദിക്കുന്നു, ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിൽ ആരെങ്കിലും ബോംബ് പൊട്ടിക്കുമോ? എന്നിട്ട് എന്ത് നുണയാ പ്രചരിപ്പിച്ച് അവസാനം ബ്രാഞ്ച് സെക്രട്ടറി തന്നെ പറഞ്ഞില്ലേ, പാർട്ടി പറഞ്ഞാണ് ഞങ്ങൾ ബോംബ് പൊട്ടിച്ചതെന്ന്. എന്താ മറുപടി അവർക്ക്? അവരാദ്യമെല്ലാം പറഞ്ഞതിന് എന്താ മറുപടി? അപ്പം നിഷേധിച്ചല്ലോ, ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല, ചെയ്തിട്ടില്ല, ഇപ്പം തീരുമാനിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞില്ലേ? ബ്രാഞ്ച് സെക്രട്ടറിയുടെ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യാൻ ശേഷം ഒരുത്തൻ വായ തുറന്നു. നാണോ മാനോ ഇല്ലാത്ത വിഭാഗത്തിന് എന്ത് വന്നാലും അത് ടീച്ചർക്കെതിരെ അങ്ങനെ പറഞ്ഞെങ്കിൽ അത് തെറ്റ്, ഒരു തർക്കമില്ല. അത് പക്ഷേ പറഞ്ഞില്ലേ എന്നുള്ളതിനെക്കുറിച്ച് അത് വിവാദത്തിലാണ്. അതിന് നേരും സത്യവും കണ്ടുപിടിക്കണം. എനിക്കത് ശരിക്കും ഞാൻ സ്റ്റഡി ചെയ്തിട്ടില്ല ആ വിഷയത്തിൽ. പക്ഷേ ടീച്ചർക്കെതിരെ അങ്ങനെ ഒരു കമൻറ്റ് വന്നെങ്കിൽ ഇറ്റ് ഈസ് അബ്സല്യൂട്ട് റോങ്. എല്ലാവരും അങ്ങനെ പ്രചരിപ്പിക്കേണ്ടത് CPMന് ഒരു ശൈലി. അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പണിയുണ്ടേന്ന്. അവർ പഠിച്ച പണിയല്ലേ ചെയ്യാൻ കഴിയും. നേർവഴിക്ക് പോകാൻ കഴിയാത്തപ്പോൾ ഇത്തരം പണിയെല്ലാം അവർ ഒപ്പിക്കും. അതിലൂടെയൊക്കെ എന്ത് കിട്ടും? 2 വോട്ട് കിട്ടും, 5 വോട്ട് കിട്ടും, അവരതുണ്ടാക്കും. ദാറ്റ് ഈസ് ദ നേച്ചർ ഓഫ് CPM. ഇടപെട്ടില്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥനെ അന്വേഷണ വിധേയമായി പുറത്തു നിർത്തി നടപടിയെടുക്കണം. കാരണം ഉദ്യോഗസ്ഥൻ ഷുഡ് ബി എ റോൾ മോഡൽ. ഇങ്ങനത്തെ ഒരു നടപടിക്രമത്തിന് ഉദ്യോഗസ്ഥന്മാർ റോൾ മോഡൽ ആവണം. റോൾ മോഡൽ ആവണം എന്ന് പറയുമ്പോൾ സത്യസന്ധരായിരിക്കണം. അവരത് തെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി വേണം. അത് ആളുകൾക്ക്, മറ്റുള്ളവർക്ക് അതൊരു മോഡൽ ആവണം. എനിക്കങ്ങനെ റിപ്പോർട്ടൊന്നും കിട്ടിയിട്ടില്ല. എനിക്ക് കിട്ടിയ റിപ്പോർട്ട് ഇപ്പോഴും തുല്യമായ റിപ്പോർട്ട് ഈക്വലായിട്ടാണ് ഞങ്ങൾ പോകുന്നുള്ളതാണ്. എനിക്കതിൽ ആശങ്കയില്ല, ഭയമില്ല. എന്തിനാ എനിക്ക് ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ അങ്ങ് പറഞ്ഞേക്കൂലേ, അദ്ദേഹം ആയിക്കോട്ടെ എന്ന് ജയിച്ച ആയിക്കോട്ടെ, എന്താ പ്രശ്നം? ഇപ്പോൾ എനിക്ക് പരാതിയൊന്നുമില്ലല്ലോ. ശക്തമായ മനസ്സിലാണ് എന്ന് നിങ്ങൾ പറയുന്നു. എനിക്ക് ശക്തമാണെന്ന് തോന്നിയിട്ടില്ല. സർവേ അല്ലേ, ഈ സർവേൻ്റെ അകത്ത് നിങ്ങൾക്കറിയില്ലേ, സർവേക്ക് എന്തെല്ലാം പോരായ്മകളുണ്ട്, എന്തെല്ലാം മൈനസ് പോയിന്റ് ഉണ്ട്, അതിനെന്തെല്ലാം കൺവിൻഷൻസ് വ്യത്യാസമുണ്ട്, ഇല്ലേ? ഒരുപാടില്ലേ? അത് ഓരോരാളെ അനുസരിച്ച് റിപ്പോർട്ടൊക്കെ വരും, സ്വാഭാവികം.